ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. കരച്ചിലിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി തലയിണയിലേക്ക് മുഖം അമർത്തി കിടക്കുമ്പോൾ അമൃതയ്ക്ക് തന്റെ ജീവിതം ഓർത്ത് സ്വയം പുച്ഛം തോന്നി തുടങ്ങിയിരുന്നു. താൻ ഒരു അനാഥയായി പോയത് കൊണ്ടാണോ താൻ ഇങ്ങനെയെന്ന് മനസ്സിൽ 100 ആവർത്തി ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ. വേദനയാൽ ഹൃദയം പിടയുമ്പോൾ അവൾ തന്റെ വിധിയെ ശപിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ഭർത്താവ് താനിരിക്കെ മറ്റൊരുവളെ താലി ചാർത്തുന്നത് കാണേണ്ടി വരുന്നത് ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചും ഹൃദയം പറയുന്ന വേദന നൽകുന്നതായിരിക്കില്ലേ? അതോ തനിക്ക് മാത്രമായിരിക്കുമോ ഇങ്ങനെ വേദനിക്കുന്നത്? അമ്മയാകാൻ കഴിയാത്തത് തന്റെ കുറ്റം കൊണ്ടാണോ? ഉള്ളിൽ 100 ചോദ്യങ്ങൾ ഉയരുമ്പോഴും തന്നിലെ നോവിനെ മറ്റാരും അറിയാതിരിക്കാൻ തലയിണയിലേക്ക് മുഖം അമർത്തി കരഞ്ഞു അവൾ. അമൃതയ്ക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിക്കുന്നത്. വല്യച്ഛൻ അവരുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടുമ്പോൾ വല്യമ്മയുടെ മുഖം ഇരുണ്ടിരുന്നു. വല്യച്ഛനോടുള്ള പേടി കാരണം വല്യമ്മ തന്നെ സ്നേഹിച്ചില്ലേലും ഉപദ്രവിക്കാറില്ലായിരുന്നു. സ്നേഹിക്കപ്പെടാൻ ഭയങ്കര കൊതിയായിരുന്നു അന്നൊക്കെ. +2 പഠിക്കുമ്പോൾ ആണ് സ്കൂളിന്റെ തൊട്ടടുത്ത കടയിലെ ഒരാൾ തന്നോട് വന്ന് ഇഷ്ടം പറയുന്നത്. പേടിയായിരുന്നു ആദ്യമൊക്കെ. വല്യച്ഛനോ വല്യമ്മയോ അറിഞ്ഞാൽ തന്റെ പഠനം നിന്നു പോകുമെന്ന് കരുതി ആളെ ശ്രദ്ധിക്കാതെ കടന്നു പോകാറായിരുന്നു. താനൊരു നോട്ടം കൊണ്ട് പോലും പ്രതീക്ഷ കൊടുത്തിട്ടില്ലെങ്കിലും ആ ആളെന്നും തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ ആ ആളിലേക്ക് മനസ്സ് ചാഞ്ഞു തുടങ്ങിയത് അറിഞ്ഞിരുന്നു. സ്നേഹിക്കപ്പെടാനുള്ള കൊതി കൊണ്ട് അയാളുടെ പ്രണയം അംഗീകരിച്ചു. ഇഷ്ടമായിരുന്നു ആൾക്ക് തന്നെ ഒത്തിരി അധികം. വീട്ടിൽ വന്ന് വല്യച്ഛനോട് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ആളെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആളിന്റെ താലിയും ചാർത്തി ആ വീട്ടിലേക്ക് വന്നു കയറുമ്പോ ഇവിടെയുള്ള ഒരാളുടെയും മുഖം തെളിഞ്ഞു കണ്ടില്ലായിരുന്നു. പക്ഷേ ആ സങ്കടവും കുറവുകളും ഒക്കെ അയാൾ തന്നെ നികത്തിയിരുന്നു. സ്നേഹം കൊണ്ട് മൂടിയിരുന്നു തന്നെ. എല്ലാ മാസവും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും മുടങ്ങാതെ ചുവന്ന പൂക്കൾ വിരുന്നെത്തുമായിരുന്നു. അപ്പോഴൊക്കെ തന്നെ സങ്കടത്തിലേക്ക് തള്ളിവിടാതെ താങ്ങി നിർത്തിയത് അയാളായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു തുടങ്ങിയപ്പോൾ ഒരു ഡോക്ടറെ പോയി കണ്ടു. അവിടെ നിന്നാണ് തന്റെ സന്തോഷങ്ങൾ കുറഞ്ഞു തുടങ്ങിയത്. തനിക്ക് അമ്മയാകാൻ കഴിയില്ല എന്ന് വിധി എഴുതിയ ഡോക്ടർക്ക് മുൻപിലിരുന്ന് കരയുമ്പോൾ അത്രയേറെ നോവോടെ തന്നെ ചേർത്ത് പിടിച്ചിരുന്ന കൈകളാണ് ഇന്ന് തന്നെ വിട്ടു കളഞ്ഞത്. കൂട്ടുകാരും വീട്ടുകാരും തന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചപ്പോഴും തന്റെ പ്രണയമാണ് അവളെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയവൻ ഇപ്പൊ എന്തേ ആവോ ഈ പ്രണയത്തെ മറന്നു കളഞ്ഞത്? താനിരിക്കെ മറ്റൊരുവളെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടാൻ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തവർ ആരും എന്തേ തനിക്ക് വേദനിക്കുമെന്ന് ഓർക്കാതെ പോയത്? വാതിലിൽ മുട്ട് കേൾക്കെ കാട് കയറിയ ചിന്തകൾ വെടിഞ്ഞ് ബാത്റൂമിൽ കയറി ഒന്ന് മുഖം കഴുകി ഡോർ തുറന്നു കൊടുത്തു. ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയ്ക്ക് പിന്നിലായി സെറ്റും മുണ്ടുമെടുത്ത് കയ്യിൽ പാൽ ഗ്ലാസുമായി നിൽക്കുന്നവളിലേക്ക് കണ്ണുകൾ നീണ്ടപ്പോൾ ശില കണക്കെ നിന്നുപോയി. ഞങ്ങളുടേത് മാത്രമായ മുറിയിലേക്ക് മറ്റൊരുവൾ, അതും തന്റെ പാതിയുടെ താലി അണിഞ്ഞ് ആദ്യ രാത്രി ആഘോഷിക്കാൻ. നീ താഴെ മുറിയിലെങ്ങാനും പോയി കിടക്ക്. വാതിലും അടച്ചു പൂട്ടി ഇതിനുള്ളിൽ അടയിരുന്നിട്ട് ഇവർക്ക് കിടക്കണ്ടേ? അമ്മയുടെ ദേഷ്യം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നോക്കി. പന പോലെ മുന്നിൽ ഇങ്ങനെ നിൽക്കാതെ മാറ് പെണ്ണെ അങ്ങോട്ട്. കയ്യിൽ പിടിച്ചു വലിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്ന അമ്മയെ കുറച്ചു നേരം നോക്കി നിന്നു. ഇവരും ഒരു സ്ത്രീയല്ലേ, തനിക്ക് വേദനിക്കുന്നത് മനസ്സിലാകില്ലേ? താൻ എന്ന ഒരാൾ അവിടെ നിൽക്കുന്നത് പോലും ഗൗനിക്കാതെ പുതിയ മരുമകളെ പുഞ്ചിരിയോടെ മുറിയിലേക്ക് കയറ്റുന്നവരെ ഒരു നിമിഷം കൂടി നോക്കി നിന്നിട്ട് പിന്തിരിഞ്ഞു നടന്നു. താഴെയുള്ള മുറിയിലേക്ക് കടന്ന് വാതിൽ അടയ്ക്കാൻ നേരം കണ്ടിരുന്നു മുകളിലേക്ക് കയറി പോകുന്ന ആളിനെ. നേരം പുലരും വരെ പ്രതീക്ഷയോടെ ആ ആളിനെ കാത്തിരിക്കുമ്പോൾ തന്റെ വേദനയെല്ലാം ആളിലേക്ക് ഇറക്കി വെക്കാൻ വെമ്പുകയായിരുന്നു മനസ്സ്. ഒരാഴ്ചയോളം ആ ആളിന് വേണ്ടി കാത്തിരുന്നുവെങ്കിലും തനിക്കരികിലേക്ക് ഒരിക്കൽ പോലും ആൾ വന്നു കാണാതായപ്പോൾ തനിക്ക് ഈ വീട്ടിൽ ഇപ്പോ ഒരു അടുക്കളക്കാരിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുകയായിരുന്നു. ഈ ഒരുവളുടെ ഉള്ളു നീറുന്നത് മാത്രം ആരും കാണാൻ ശ്രമിക്കാറില്ല. താൻ ഇവിടെ ഒരു അധികപ്പറ്റാണെന്ന് മനസ്സിലായപ്പോ വല്യച്ഛനെ വിളിച്ചു. ഹലോ വല്യച്ഛ. എന്താടി? കടുപ്പിച്ചുള്ള വല്യമ്മയുടെ സ്വരം കേൾക്കെ ഹൃദയം പിടഞ്ഞു. അമ്മയുണ്ടായിരുന്നുവെങ്കിൽ. എന്നെ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോകാമോ വല്യമ്മേ? എങ്ങോട്ട് കൊണ്ടുപോകാൻ? ഞാൻ അറിഞ്ഞു അവിടുത്തെ വിശേഷമൊക്കെ. അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും കെട്ടിയെടുക്കാമെന്ന് പൊന്നുമോൾ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. ഇനിയും നിന്നെ ചുമക്കാനൊന്നും വയ്യ. അടങ്ങി അവിടെ നിന്നോണം. ഇവിടെ തീരെ പറ്റാണ്ട വല്യമ്മേ. ഞാൻ ഒരു ശല്യവും ഉണ്ടാക്കില്ല. എന്നെ അന്നൊന്ന് കൊണ്ടുപോകാമോ ഇവിടുന്ന്? ചങ്ക് പൊട്ടി അവൾ ചോദിക്കുന്നത് കേട്ടിട്ടും സ്വാർത്ഥതയാൽ അവരത് ശ്രദ്ധിക്കാതെ ഫോൺ വെച്ചു കളഞ്ഞു.
താൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉള്ളതായിട്ട് ഭാവിക്കുക പോലും ചെയ്യാത്ത ആളിനെ ഓർക്കെ അവൾ നോവോടെ ചിരിച്ചുപോയി. മനസ്സ് കല്ലാക്കി ഷോൾ എടുത്ത് ഫാനിൽ കെട്ടുമ്പോൾ ആൾക്ക് താൻ ഒരു ബുദ്ധിമുട്ടാകരുതെന്ന് മാത്രമായിരുന്നു അവളിൽ. കഴുത്തിലേക്ക് കുരുക്കിട്ട് മുറുക്കുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് വരുവാണ് അമ്മൂട്ടി എന്ന് പുലമ്പുന്നുണ്ടായിരുന്നു അവൾ. നേരം പുലർന്ന് 10 മണിയായിട്ടും അടുക്കളയിലൊന്നും ഉണ്ടാക്കാത്തത് കാണെ ദേഷ്യത്തോടെ അമൃതയുടെ മുറിയിലേക്ക് നടന്നു അമ്മ. ശക്തിയിൽ വാതിൽ തുറക്കെ കണ്ണു തുറച്ച് തൂങ്ങിയാടുന്ന അമൃതയുടെ ശരീരം കാണെ വിറങ്ങലിച്ച് നിന്നുപോയി അവർ. അമ്മയെ തിരക്കി വന്ന മകൻ വിറങ്ങലിച്ചു നിൽക്കുന്ന അമ്മയെ വിളിക്കാനായി മുമ്പിലേക്ക് വന്നപ്പോഴാണ് തൂങ്ങിയാടുന്ന അമൃതയുടെ ശരീരം കാണുന്നത്. ആർത്ത് കരഞ്ഞുകൊണ്ട് ആ കാലിൽ പിടിച്ചുയർത്തുമ്പോൾ തന്നെ പ്രതീക്ഷയോടെ നോക്കുന്നവളുടെ മുഖമായിരുന്നു ഉള്ളിൽ. ആളുകൾ കൂടുമ്പോഴും ബോഡി ഇറക്കി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഒരു മൂലയിൽ കൂനിക്കൂടിയിരിക്കുകയായിരുന്നു അവൻ. പിന്നാലെ നടന്ന് സ്വന്തമാക്കിയ തന്റെ പ്രണയം, സ്നേഹിക്കപ്പെടാൻ കൊതിച്ചിരുന്ന ഒരുവൾ, സ്വന്തമാക്കുമ്പോൾ ഇന്നോളം കിട്ടിയിട്ടില്ലാത്ത സ്നേഹം മുഴുവനും കൊടുക്കണമെന്നായിരുന്നു. എപ്പോഴാണ് താൻ അവളെ മറന്നു തുടങ്ങിയത്? മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തനിക്കൊരു കുഞ്ഞുണ്ടാകാൻ ഒരുത്തിയെ കൂടെ കൂട്ടിയപ്പോഴോ? മറ്റൊരു പെണ്ണിന്റെ ചൂടറിഞ്ഞപ്പോഴോ? ചിന്തകൾ പതിയെ പുലമ്പുകളിലേക്ക് വഴിമാറി. അവന്റെ സമനില തെറ്റിത്തുടങ്ങിയിരുന്നു. ഒരു മൂലയിൽ കൂനിക്കൂടിയിരിക്കുന്ന തന്റെ മകനെ കാണെ ആ അമ്മയിൽ കുറ്റബോധം നിറഞ്ഞു. തന്റെ മകന്റെ ഭാവിയെ ഓർത്ത് താൻ മരണത്തിലേക്ക് തള്ളിവിട്ടവളുടെ കണ്ണുനീരിന്റെ ശാപം വന്ന് പതിച്ചത് സമനില തെറ്റിയ പോലെ ഇരിക്കുന്ന തന്റെ മകന്റെ മുകളിലാണെന്ന് അവർക്ക് ബോധ്യം വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ അവസാനിച്ചു.